നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ സ്വരത്തിനട് ഉടമയായ വൈക്കം വിജയലക്ഷ്മി മലയാളം തമിഴ് ആരാധകർക്കെല്ലാം പ്രിയങ്കരരാണ്. വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനങ്ങളെല്ലാം പിന്നണി ഗാനരംഗത്ത് വേറിട്ട് നിൽക്കുന്നു. സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റ്, അതുപോലെ വടക്കൻ സെൽഫിയിലെ കൈകൊട്ടും തൊട്ടിട്ടില്ല തുടങ്ങിയ ഗാനങ്ങൾ വൻ ജനപ്രീതി നേടിയതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ വൈക്കം വിജയലക്ഷ്മിക്ക് കഴിഞ്ഞു. അതായത് കണ്ണിലെ ഇരുട്ടിനെ സംഗീതത്തിന്റെ വെളിച്ചം കൊണ്ട് മറികടന്നവൾ എന്ന് തന്നെ പറയാം. തന്റെ പരിമിതികളെ മറികടന്ന് സംഗീത ലോകത്ത് സ്വന്തമായൊരിടം കണ്ടെത്താൻ വിജയലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട്. കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന ആ സ്വരം മാധുര്യം മലയാളികൾ ഒരിക്കലും മറക്കില്ല. പലപ്പോഴും തനിക്ക് വെല്ലുവിളിയായി മാറിയ കാഴ്ചാ പരിമിതിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഗായിക. ഇപ്പോഴിതാ തന്റെ മുടങ്ങിപ്പോയ ചികിത്സയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായിക. 2019 അമേരിക്കയിൽ വെച്ച് വിജയലക്ഷ്മിയുടെ കാഴ്ച വീണ്ടെടുക്കാനുള്ള ചികിത്സ ആരംഭിക്കുന്നത്. എന്നാൽ കോവിഡ് വന്നതോടെ ആ പ്രതീക്ഷകൾ മങ്ങി. പിന്നീട് അമേരിക്കയിൽ പോകാൻ സാധിച്ചില്ല. കാഴ്ച കിട്ടുമെന്ന് അവർ ഉറപ്പ് പറയാത്തതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. റെറ്റിനയ്ക്കാണ് പ്രശ്നമെന്നും ഒരു വിഭാഗം ഡോക്ടർമാർ പറഞ്ഞു. തലച്ചോറിന്റെ പ്രശ്നമാണെന്ന് വേറൊരു വിഭാഗവും. എന്താണ് ശരിയായ പ്രശ്നമെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഇസ്രയേലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഏകദേശം ഉറപ്പ് പറഞ്ഞിട്ടുമുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ. അവിടേക്ക് പോകാൻ ഒരുപാട് കടമ്പകളുണ്ട്. എല്ലാം എളുപ്പത്തിൽ സാധ്യമാകുമെന്നാണ് കരുതുന്നത്. ഒരിടയ്ക്ക് വിജയലക്ഷ്മി കാഴ്ച ലഭിച്ചതായി ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നുവെന്നാണ് വിജയലക്ഷ്മി പറയുന്നത്. എനിക്ക് കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞ് മുൻപ് ചില മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചു. അത് കണ്ട് പലരും അത്തരത്തിൽ എന്നോട് പെരുമാറി എന്നാണ് വിജയലക്ഷ്മി പറയുന്നത്. മുൻപിൽ വന്ന് നിന്നിട്ട് ആരാണെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ച് പരീക്ഷിച്ചു. അതൊക്കെ എന്നെ ഏറെ ബുദ്ധിമുട്ടിച്ചു. എന്തിനാണ് അതൊക്കെ? അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ പലരോടും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു ചെറിയ പ്രകാശം മാത്രമേ കാണാൻ കഴിയൂ. രാത്രിയും പകലും തിരിച്ചറിയാനാകും, അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നൊക്കെയാണ് വൈക്കം വിജയലക്ഷ്മി പറയുന്നത്. കാഴ്ചയില്ലെന്ന കാരണത്താൽ തന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ലെന്നും വിജയലക്ഷ്മി പറയുന്നു. മറിച്ച് തന്നോട് കൂടുതൽ കരുതൽ കാണിക്കാറുള്ളതെന്നാണ് ഗായിക പറയുന്നത്. തന്റെ സഹപ്രവർത്തകരുടെ സ്നേഹത്തെയും പിന്തുണയെയും കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. വിദേശത്തും മറ്റുമായി സംഗീത പരിപാടികൾക്ക് പോകുമ്പോൾ ഒഴിവു ദിവസങ്ങളിൽ സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനും ഒക്കെയായി എല്ലാവരും പോകും. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊന്നും കാണാൻ പറ്റില്ല, പിന്നെ എന്തിനാ വരുന്നതെന്ന്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വരൂ എന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോകും. ആ പരിഗണനയൊക്കെ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. സിനിമാ സംഗീത രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പലരും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഫോൺ വിളികളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ഒക്കെ അവർ എന്നെ ചേർത്ത് പിടിക്കുന്നു. അതൊക്കെ വലിയ ഭാഗ്യമാണെന്നാണ് വൈക്കം വിജയലക്ഷ്മി പറയുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.